ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സൂപ്പർ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് മുഴുവനായിട്ട് കണ്ടെന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പങ്ങ ഇതുപോലെ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കപ്പങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ഞാനൊന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ കപ്പങ്ങ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഞാനൊരു 10-15 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ചിക്കൻ മസാലയാണ്, അതും 1 സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിപ്പോൾ ഒരു 2-3 സെക്കൻഡോളം ഞാനിത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കപ്പങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിരുന്നതാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചാറ് വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അധികം ചാറിലെടുക്കണില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേഗണ വരെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കപ്പങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി വരികയാണ്. ചാറ് വേണ്ടവർ കുറച്ചും കൂടി മുമ്പേ ഇത് ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് കടുക് കൂടി വറുത്തിട്ടേക്കാം. ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കണത് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് കടുക് വറുക്കണതിൽ ചേർത്ത് ഇടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടും ഇത് തിളച്ചുകൊണ്ടിരിക്കണ കണ്ടോ. അപ്പോൾ ഇതിലിരുന്ന് ഇനി അത് വറ്റിക്കൊണ്ടിരിക്കും.
അപ്പോൾ കപ്പങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് വെച്ച് നോക്കണം കേട്ടോ, അത്രയ്ക്ക് രുചിയുള്ളൊരു കറിയാണിത്.